എൻ്റെ പേര് വിൻസി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ജൂൺ 25-നാണ്. അതിനു മുൻപ് ഞാൻ 2024 ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നിരുന്നു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ചേച്ചിമാർ ഇവിടെ വരുന്നത് കൂടെ തന്നെ അവരുടെ കൂടെ ഞാൻ വന്നതാണ്. അന്നത്തെ പ്രത്യേകതയൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു പോയി. പിന്നീട് 2025 ജനുവരിയിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ജർമ്മൻ പഠിക്കാൻ ഡൽഹിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴാണ് ഉടമ്പടി എന്താണെന്നും മാതാവിൻ്റെ അനുഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അവിടെ എൻ്റെ റൂംമേറ്റ്സും ഉടമ്പടിയിലായിരുന്നു. അവരാണ് ഉടമ്പടിയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അവരെന്നും ഡെയിലി ബ്രെഡ് എത്തിക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അത് എനിക്കും ഒരു പ്രചോദനമായിരുന്നു. ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ 4 മാസത്തെ ജർമ്മൻ B1 കോഴ്സിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. ഇവിടെ B2-ന് ചേരാൻ വേണ്ടിയിട്ട് കോട്ടയത്ത്. അതിനു മുൻപ് ഞാനിവിടെ വന്ന് B2-ന് ചേരുന്നതിന് മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമൂലം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ജർമ്മൻ B2 പഠിക്കാൻ ചേർന്നത്. B2 പഠിച്ച് 4 മാസത്തെ B2 ക്ലാസ്സും പ്രിപ്പറേഷന് ശേഷം എക്സാം എഴുതാൻ പോയി. പക്ഷേ സെപ്റ്റംബറിലാണ് എക്സാം എഴുതിയത്. അന്ന് തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു, എനിക്ക് കിട്ടും, എൻ്റെ മെറിറ്റിലാണ് ഞാൻ ആശ്രയിച്ചത്. അതുപോലെ തന്നെ എക്സാം റിസൾട്ട് വരെ ഹോൾഡായിരുന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്തായിരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷിത പ്രവർത്തനമില്ല, കാരുണ്യ പ്രവർത്തികളൊന്നുമില്ല. 2 ആഴ്ച കുടുംബത്തെ കുമ്പസാരവും ഇല്ലായിരുന്നു. പള്ളിയിൽ പോകുമായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുമ്പോൾ മാത്രമേ പോകുമായിരുന്നുള്ളൂ. അങ്ങനെ അത് തിരുത്തി. പിന്നീട് എക്സാമിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അന്ന് മാതാവിൻ്റെ മഴവില്ല് എനിക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചായിരുന്നു. അത് ഞാൻ എഴുതാൻ വിട്ടുപോയായിരുന്നു. അതിനുശേഷം എക്സാമിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടാണ് പോയത്. അന്ന് അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു വിട്ടായിരുന്നു. അതും കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഉപ്പ് ഒരു നുള്ളു കഴിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടിയിട്ടാണ് കയറിയത്. അതുപോലെ തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായ എക്സാം മാതാവിൻ്റെ കൃപ കൊണ്ട് എളുപ്പമായിരുന്നു. ചോദ്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു തന്നെയായിരുന്നു വന്നിരുന്നത്. എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. പിന്നത്തെ ജർമ്മൻ എക്സാം എഴുതുന്നവർക്കറിയാം, ആദ്യത്തെ 3 സെക്ഷൻ ഓറൽ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ കടമ്പ. കാരണം നേറ്റീവ് സ്പീക്കേഴ്സായിരുന്നു നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അവർ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും, നമുക്കൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ഉപ്പ് റൂമിൻ്റെ പുറത്തിട്ട് തൈലം പുരട്ടിയിട്ടാണ് ഞാൻ കയറിയത്. അതിൻ്റെ ഫലമായിട്ട് അവർ ചോദിച്ചതൊക്കെ എനിക്ക് മനസ്സിലായായിരുന്നു. തിരിച്ച് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മറുപടി പറയാനും സാധിച്ചായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തി. അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ മാതാവി എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടേബിളിൽ മാതാവിൻ്റെ ഒരു രൂപം സെറ്റാക്കിയായിരുന്നു. മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ എൻ്റെ നിയോഗങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. നിയോഗങ്ങൾ മാത്രമല്ല, ഒപ്പം തന്നെ നന്ദി എഴുതി വയ്ക്കുമായിരുന്നു. ഓരോ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതിന് നന്ദിയും കൂടി എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ ആ എക്സാം എഴുതിയതിൻ്റെ റിസൾട്ട് ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ പാസ്സായായിരുന്നു. പിന്നീടുള്ള കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ എക്സാമിനേക്കാളും വലിയൊരു കടമയാണ് ജർമ്മൻ പ്രോസസ്സിങ്. ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് മുൻപായാലും ഇൻ്റർവ്യൂ വലിയൊരു കടമ്പയാണ്. അതിനു മുൻപ് ഞാൻ പ്രിപ്പറേഷൻ ക്ലാസ്സിനായാലും അതിനു മുൻപ് ഞാൻ തൈലം പുരട്ടി ഉപ്പ് കഴിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുക. അതുപോലെ ഇൻ്റർവ്യൂ പാസ്സാവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് പ്രോസസ്സിങ്ങും ഇതുപോലെ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ 3 മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ നടത്തി തന്നായിരുന്നു. അമ്മയ്ക്കും ഈ
ഒരുപാട് നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം 3 മാസം കൊണ്ട് പ്രോസസ്സിങ് കഴിയാമെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ ജർമ്മനിയിലെ നല്ലൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലിയും കിട്ടിയിരിക്കുന്നത്. പിന്നെ വിസയ്ക്ക് വെക്കലായിരുന്നു പിന്നത്തെ ഒരു കടമ്പ. ഏപ്രിലിൽ ഞാൻ വിസയ്ക്ക് വെച്ചു. അവിടെയും ഞാൻ VFS ഓഫീസിൻ്റെ മുൻപിൽ ഒപ്പിട്ടിട്ടാണ് പോയത്. 20 ദിവസമായിട്ടും വിസ വന്നായിരുന്നില്ല. പക്ഷേ 20 ദിവസം എന്ന് പറയുന്നത് അത്ര വലിയ സമയമൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഏജൻസിയുടെ ഒരു ആഡ് കണ്ടായിരുന്നു, ചിലർക്ക് 10 ദിവസം കൊണ്ട് വിസ വന്നു എന്നൊക്കെ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. അങ്ങനെ ഞാൻ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നീ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവാണ് നിൻ്റെ മുൻകാവൽക്കാരൻ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് നിൻ്റെ മുൻകാവൽക്കാരൻ എന്നാണ് വചനം എനിക്ക് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും വിസ വരാറായിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് എനിക്കൊരു ഇമെയിൽ വന്നു, വിസ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞ് വിസ ഞാൻ വാങ്ങിച്ചു. അതും മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വിശുദ്ധ തൈലം പുരട്ടി, വിസയുടെ കവറിന്മേൽ വിശുദ്ധ തൈലം പുരട്ടി ഉപ്പ് കഴിച്ചിട്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. വിസ അപ്രൂവ്ഡ് ആയിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ ഒരു ധനസഹായം നൽകി സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ രോഗികളെ ഈശോനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനുള്ള ഒരു കൃപ ലഭിച്ചായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തായിരുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും സാക്ഷ്യങ്ങളും എന്നും എല്ലാവർക്കും ഷെയർ ചെയ്യുമായിരുന്നു. സ്റ്റാറ്റസായിട്ടും എൻ്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തായിരുന്നു. പിന്നെ പഠിക്കുന്ന സമയത്തായാലും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി എനിക്ക് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് കഴിച്ച് തീർക്കൊന്നുമില്ല. ഓരോ ദിവസം ചിലപ്പോൾ ഒരെണ്ണം പറ്റുള്ളെങ്കിൽ അത് പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മുട്ടുവേദനയൊക്കെ മാറി കിട്ടിയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 13:6. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് വിൻസി വർഗീസ് കൊരട്ടി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതെന്ന് വളരെ ബോധ്യത്തോടു കൂടിയാണ് പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാക്ഷിയായിട്ട് ഈ മകളിവിടെ നിന്ന് പറയുകയുണ്ടായി. ജർമ്മനിയിലേക്ക് കടന്നു പോകാനുള്ള പരീക്ഷകൾ പോയതും അതിനെ പ്രകാരം കുറച്ചുകൂടി നന്നായിട്ട് ഒരുങ്ങണമെന്നൊക്കെയുള്ള ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് ഈ ഉടമ്പടി ഈ മകളെ ഒത്തിരിയേറെ സഹായിച്ചു. ഇടയ്ക്കൊക്കെ സ്വന്തം മെറിറ്റിൽ ആശ്രയിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ മാതാവിൻ്റെ കൃപയാലാണ് എനിക്കെല്ലാം ലഭിച്ചതെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് വിൻസി ഇവിടെ ഇന്ന് തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവയ്ക്കുക. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് പോകുവാനും സമയത്തിൻ്റെ ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരു മുട്ടിപ്പും വരാതെ കണ്ട് എല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി നേർച്ച വസ്തുക്കളോടൊപ്പവും ഉടമ്പടി തൈലത്തോടൊക്കെ കാട്ടിയ സ്നേഹവും വിശ്വാസമൊക്കെ തന്നെയാണ് ഈ മകളെ കൂടുതൽ പരിസ്ഥിതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ സന്നിധിയിൽ മാറ്റുകയൊക്കെ ചെയ്തത്. പരിസ്ഥിതി മാതാവിൻ്റെ സംരക്ഷണം കരുതലും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ചെയ്യട്ടെ. ഇനിയും പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാക്ഷികളായിട്ട് ഈ മകളെയും നമ്മൾ ഓരോരുത്തരേക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.